ഈ ഓട്ടിസം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ ചെറുപ്പത്തിലാണ്, കുട്ടികളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ചിലപ്പം എനിക്ക് തോന്നുന്നു ഒരു വയസ്സ് 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കൂടുതലും നമുക്കത് മനസ്സിലായി തുടങ്ങാൻ തോന്നുന്നു, അല്ലേ? കാരണം അതിന് മുമ്പ് നമുക്കത് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം നമുക്കറിയാമല്ലോ ഒരു കുട്ടി ഏത് സമയത്ത് കമന്ന് നടക്കുന്നു, എണീറ്റ് നടക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഡിലേ ആയി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഡൗട്ട്സ് വരുന്നതും നമ്മൾ നെക്സ്റ്റ് ഒരു ഒപ്പീനിയൻ എടുത്തു പോകുന്നതും, അല്ലേ? എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു അവസ്ഥയുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുക? വാട്ട് ആർ ദ ഏർലി സൈൻസ് ഓഫ് ഓട്ടിസം? അതായത് നമ്മളൊരു ടിപ്പിക്കൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കുട്ടിയുടെ മൈൽ സ്റ്റോൺ നോക്കുകയാണെങ്കിൽ 3 to 5 monthsനകം ഹെഡ് കൺട്രോൾ വരണം, തല ഉറയ്ക്കണം. അതെ, ഈ സമയത്ത് തന്നെ കുട്ടിക്ക് അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. 3 വയസ്സ് മുതൽ 3 മാസം മുതൽ 5 വയസ്സ് വരെ, 5 മാസം വരെ, 3 to 5 months അമ്മയായിട്ടാണ് ആദ്യം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനുശേഷം കുട്ടി കമന്ന് വീഴണം, പിന്നീട് കുട്ടിയുടെ നീന്തണം, പിന്നെ ഇരിക്കണം. അപ്പം ഇതെല്ലാം ഒരു മൈൽ സ്റ്റോൺ. അപ്പം ഒരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി ഇൻഡിപെൻഡൻ്റ് ഇരിക്കും. 10 months ആകുമ്പം ഒരു പിടിച്ച് നടക്കാൻ തുടങ്ങും. 1 വയസ്സാകുമ്പോൾ ഇൻഡിപെൻഡൻ്റ് നടക്കാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ നമുക്ക് സോഷ്യൽ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അതായത് സോഷ്യൽ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഐ കോണ്ടാക്ട്, സോഷ്യൽ സ്മൈല് ട്രാക്ക് ചെയ്യുന്നത്. ഒരു 7-8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി ചുറ്റിനും നോക്കാൻ തുടങ്ങും. നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. അതായത് ജോയിൻ്റ് അറ്റൻഷൻ തുടങ്ങും. അതായത് നമ്മളൊരു കാര്യത്തിലേക്ക് പോയിൻ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് എവിടെയാണെന്ന് പറയുമ്പം ഒരു 10 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് 8 മാസം 10 മാസം കുട്ടി അങ്ങോട്ട് നോക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് പേരൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഐ കോണ്ടാക്ട് ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെ അപ്പം തന്നെ ഒരു റെഡ് ഫ്ലാഗാണത്, ഐ കോണ്ടാക്റ്റ്. അപ്പോൾ അതിനുശേഷം 1 വയസ്സാകുമ്പോൾ എന്താണ്, ഒരു വാക്ക് പറയണം. അമ്മ, ടാറ്റ പറഞ്ഞു തുടങ്ങും. 1 വയസ്സ് മുതൽ 2 വയസ്സാകുമ്പോഴത്തേക്കും 2 വാക്ക്, അമ്മ, ടാറ്റ. 3 വയസ്സാകുമ്പം 3 വാക്ക് ചേർത്ത് പറയണം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അസസ്മെൻറ്റ്. ഇതിനിപ്പോൾ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല, അല്ലേ? അപ്പോൾ സോഷ്യൽ മൈൽ സ്റ്റോൺസിൽ വരുന്നതാണ് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷനും അറ്റൻഷൻ, നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ പോയിൻ്റ് ചെയ്യുമ്പോൾ നോക്കുന്നത്, നമ്മളൊരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അലേർട്ട് ആകണം. അപ്പോൾ ഇപ്പോൾ വരുന്ന കുട്ടികളിൽ പ്രധാനമായിട്ടും അറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് TV അല്ലെങ്കിൽ മൊബൈൽ, ടാബ് വന്നു തുടങ്ങി. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ ഉപയോഗം തുടങ്ങിയ ശേഷം ഇതിൽ താഴോട്ട് ഒത്തിരി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാൻസി ആയിട്ട് ടൈം പറയുന്നുണ്ട്, വെർച്വൽ ഓട്ടിസം കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികളുടെ സ്ക്രീനിൻ്റെ ടൈം കൂടും. അതായത് അതായത് നമ്മൾ WHO പറയുന്നത് 0 to 1 year സ്ക്രീന് കാണിക്കാനേ പാടില്ല, ഒരു 18 months വരെ. 18 months വരെ 2 to 3 years മാക്സിമം 1 മണിക്കൂർ വരെ പല ടൈം ബ്രേക്ക് ചെയ്ത് കാണിക്കാം. 3 years നമുക്ക് 1 മണിക്കൂർ കൂടുതൽ കാണിക്കാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് 5 മണിക്കൂർ 6 മണിക്കൂർ കുട്ടികൾ സ്ക്രീൻ കാണുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ചെറുപ്പത്തിൽ അറ്റൻഷൻ കുറവായിരിക്കും. അപ്പം അറ്റൻഷൻ കുറഞ്ഞ് നിൽക്കുമ്പോൾ ഇവർക്ക് അറ്റൻഷൻ കുറച്ച് എഫോർട്ട് ഇട്ട് കാണുന്ന കാര്യങ്ങളിലേക്ക് താല്പര്യം കൂടും. അതായത് ഇപ്പോൾ ഒരു പസിൽ വെച്ച് കളിക്കുക അല്ലെങ്കിൽ ഒരു ക്രയോൺസ് വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ എഫോർട്ട് കൂടുതലാണ്. പക്ഷേ നേരെ മറിച്ച് സ്ക്രീൻ കാണുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അതിനകത്ത് കളർഫുള്ളാണ്, ആനിമേഷനുണ്ട്, മ്യൂസിക്കുണ്ട്. അപ്പോൾ നമ്മുടെ 100 times റീഇൻഫോഴ്സിങ് ആണ്. നമ്മളൊരു പേരൻ്റ് ഒരു റൈംസ് പാടുന്നതിലും നമ്മൾ സംസാരിക്കുന്നതിന് കഴിഞ്ഞ് കൂടുതൽ അങ്ങോട്ട് അട്രാക്ഷൻ പോകും. അപ്പോൾ കുട്ടികളുടെ ഇതൊരു കോമൺ സെൻസിൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് കുറേ കൂടെ സ്മൂത്തായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടിയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആരെയാണ് പോയി കൺസൾട്ട് ചെയ്യേണ്ടത്? ഒരു ഡോക്ടറെ പോയി കാണണ്ടേ? അതെ, സാധാരണ രീതി നമ്മളിപ്പോൾ പറഞ്ഞാൽ നമുക്കൊരു ഫാമിലി പീഡിയാട്രിഷ്യൻ ഉണ്ടാവും കുട്ടിക്ക്. അപ്പം സാധാരണ കുട്ടിയെ നമ്മൾ ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കുന്നത് എപ്പോഴായിരിക്കും? ഒരു വാക്സിനേഷൻ ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പനി ജലദോഷം വരുമ്പോൾ കാണിക്കാൻ പോകും. അപ്പോൾ ആ സമയത്ത് തന്നെ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാ പീഡിയാട്രിഷ്യൻസും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങോട്ട് പറയാം. ഇപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ ഒരു 1 year ആയി, അല്ലെങ്കിൽ അവന് സംസാരം പുറകെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവന് തല ഉറച്ചിട്ടില്ല ഇപ്പോഴും എന്ന് നമുക്ക് പറയാം. പക്ഷേ ഡോക്ടറെ അടുക്ക ചെല്ലുമ്പം ഈ കുട്ടി ആക്റ്റീവ് ആയിരിക്കത്തില്ല. കാരണം വാക്സിനേഷൻ ഒരു പ്രാവശ്യം പോയി അറിയാമല്ലോ, പിന്നെ കുട്ടി ആ ഡോക്ടർ റൂം കാണുമ്പോൾ അറിയാൻ തുടങ്ങും, അല്ലേ? പിന്നെ വല്ല പനിയാണെങ്കിൽ കുട്ടി ആക്റ്റീവ് ആയിരിക്കത്തില്ല. അപ്പോൾ പേരൻറ്റ് വേണം ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ. പീഡിയാട്രിഷ്യൻ ഡെഫിനറ്റ്ലി അവരായിരിക്കും ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഒരു ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ്, ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ സഹായം തേടാൻ പറ്റുന്നതാണ്. ന്യൂറോളജിസ്റ്റിനെ പോലുള്ള ആൾക്കാരെയൊക്കെ കാണേണ്ട നമുക്ക് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിലേക്ക് ആദ്യം പോകണമെന്നില്ല. നമുക്കിപ്പോൾ അതൊരു ന്യൂറോളജി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് മോട്ടോർ ഡിലേ, അതായത് നടക്കാനായിട്ട് ലേറ്റ് ആവുന്നു, അല്ലെങ്കിൽ അവൻ്റെ തല ഉറക്കുന്ന ലേറ്റ് ആവുന്നു. അപ്പോൾ നമുക്കൊരു തീർച്ചയായിട്ടും ഫിസിക്കൽ ബുദ്ധിമുട്ട് തോന്നുവാണ്. അപ്പോൾ നമ്മളൊരു MRI അല്ലെങ്കിൽ EEG പോലെ സ്കാനൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്കൊരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നതിൽ
അത് പീഡിയാട്രിഷ്യൻ തന്നെ ഡെഫിനറ്റ്ലി റെഫർ ചെയ്യും. ഓക്കെ. നേരിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം നമുക്ക് അവരുടെ ഫാമിലി ഡോക്ടറെ തന്നെ കാണുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് അവരുടെ ഫാമിലി ഡോക്ടറെ ആയിരിക്കും, ഒരു തേർഡ് പേഴ്സണെ ആയിരിക്കത്തില്ല. മനസ്സിലായി. അപ്പോൾ ആ ഡോക്ടർ തന്നെ ആയിരിക്കും കൂടുതൽ റെഫർ ചെയ്യുന്നതും. നമുക്കും അങ്ങനെ തന്നെ റെഫർ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ട്, ഇപ്പോൾ ഓൺലൈൻ വഴി കയറി നോക്കും, സ്പീച്ച് തെറപ്പിസ്റ്റ്, ഓക്യുപേഷൻ തെറപ്പിസ്റ്റിനെ കണ്ട് അങ്ങനെ വരും. ഇനി അതല്ല നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് വരുന്ന ഒരാൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ ഒക്കെ ഉണ്ട്, നമുക്കുണ്ട്. അത് തന്നെയല്ല, നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ തോന്നിയാൽ നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്യും, തിരിച്ച് റെഫർ ചെയ്യും. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യും.